ബേസിക് സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക് സയൻസിന്റെ 3 ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യണം. അതായത് പരീക്ഷ ഒക്കെ വരികയാണ്, അതുകൊണ്ട് നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫുഡ് ഫോർ ഹെൽത്ത് എന്നുള്ള ഫസ്റ്റത്തെ പാഠത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഫുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇതിൽ വരുന്നത്, നിങ്ങൾക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ കഴിക്കും, ലഞ്ച്, ഡിന്നർ, ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണോ കഴിക്കാറ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണോ? ബ്രോസ്റ്റ്, ഷവായ, മന്തി, അൽഫാം, അങ്ങനെയൊക്കെ കയറില്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, നമ്മള് 9th പേജിൽ 4 ഫോട്ടോ ഉണ്ട്. ഓക്കെ, അപ്പം 4 ഫോട്ടോസ് ഉണ്ട്. അതിൽ ബലൂൺ കൊണ്ട് കളിക്കുന്നുണ്ട്, കാറ് കൊണ്ട് കളിക്കുന്നുണ്ട്, ബുക്ക് വായിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനർജി ഏതിനായിരിക്കും വേണ്ടത് എന്നാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് ഫുട്ബോളിനാണ് അല്ലേ? മണ്ടി കുഴങ്ങി തട്ടി കളിച്ച് കാര്യം കളിച്ചുമ്പോൾ ഇരുന്ന് ഇങ്ങനെ ഉച്ചി കളിച്ചാൽ മതി. ബലൂണിട്ടാണെങ്കിൽ ഇങ്ങനെ 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 വീഴ്ചയാൽ പോരെ. പിന്നെ ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതില്ല. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് ഫുട്ബോളിന് നല്ല എനർജി ആണല്ലേ. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? ന്യൂട്രിയൻസ് അല്ലേ? ന്യൂട്രിയൻസ് നമുക്ക് എനർജി തരും. അപ്പോൾ എത്ര ന്യൂട്രിയൻസ് ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ? 5 എണ്ണം നമുക്കറിയാം. 5 എണ്ണം അറിയണമല്ലോ, ഒന്ന് കൈവന്ന് വെച്ചാൽ 5 എണ്ണം അറിയും. 5 എണ്ണം അറിയാവുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ പറയാം 5 എണ്ണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മിനറൽസ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, മിനറൽസ്, വൈറ്റമിൻ, ഫാറ്റ്. ഓക്കെ, ഈ 5 ന്യൂട്രിയൻസും കാണാതെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പഠിക്കും. കാർബോഹൈഡ്രേറ്റ് നമുക്കൊരു എനർജി തരും അല്ലേ? നല്ല എനർജി തരും. കാർബോഹൈഡ്രേറ്റിൽ വരുന്ന 5 സാധനങ്ങളുണ്ട്. അതായത് ഫുഡ്, ന്യൂട്രിയൻസ്, പിന്നെ അതിന്ന് കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ 5 എണ്ണം. പിന്നെ ആ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 5 എണ്ണം പിന്നെ അല്ലേ? അപ്പോൾ ഈ 5 എണ്ണം നിങ്ങൾ പഠിക്കണം. ഷുഗർ, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഫൈബർ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിക്കുക. എന്നിട്ട് സ്റ്റാർച്ചിൽ പിന്നെ 2 എണ്ണം. ഓക്കെ, സ്റ്റാർച്ചിലുള്ള 2 എണ്ണമാണ് ട്യൂബേഴ്സും സീരിയൽസും. ഓക്കെ, സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബേഴ്സ്, ഈ 5 എണ്ണം കാണാൻ പഠിക്കുക. പിന്നെ ട്യൂബേഴ്സിലും സീരിയൽസിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. ആ എക്സ്പെരിമെൻ്റ് നമുക്ക് പഠിക്കാണ്ട്, അതായത് നമുക്ക് കുറച്ചില്ലേ ഫുഡ് ഉണ്ട്. ആ ഫുഡ് നമുക്ക് സ്റ്റാർച്ചാണെന്ന് മനസ്സിലാക്കാനല്ലേ അയഡിൻ അറിയോ? സൊല്യൂഷൻ, അയഡിൻ സൊല്യൂഷൻ. അങ്ങനെ സാധനം ഒരു കാപ്പി പോലത്തെ ഒരു കളറാണ്. അങ്ങനത്തെ സാധനം, അതായത് നമ്മൾ ഒരു സ്റ്റാർച്ചുള്ള ഫുഡ് ഒന്ന് ജസ്റ്റ് പിയ്യാൻ പറ്റണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം പോലും ഇടുന്നത്. അതിക്ക് അത് പിയ്യാം, കുറച്ചൊക്കെ പിയ്യാം. ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല തോന്നുന്നു. അതിക്ക് എന്നിട്ട് നമ്മൾ ആ ഇതിന് 2-3 തുള്ളി ഒറ്റിക്കുക. അപ്പോൾ നീല കളറാവുണ്ടെങ്കിൽ അത് നോക്കട്ടെ, നീല കളറാവുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ അത് അയഡിൻ മറ്റേ സ്റ്റാർച്ച് ആവുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ കളർ മാറാതെ നിൽക്കണതാണ് സ്റ്റാർച്ച്. അതിലേതോ ഒന്നാണ് സ്റ്റാർച്ച്. നിങ്ങൾ മറന്നനെയാണ്. ഓക്കെ, പ്രോട്ടീനാണ് പിന്നെ വരുന്നത്. അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ പ്രോട്ടീനാണ് പറഞ്ഞതല്ലേ. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂട്രിയൻ, അറിയാലോ, എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ് അല്ലേ? പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കാറില്ലേ ആൾക്കാർ? അതിനൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. അപ്പോൾ മസിലിനും ഹെയറിനും സ്കിന്നിനും വേണ്ടിയതാ. ഈ സ്കിന്നിനും ഈ ഹെയറിനും പിന്നെ മസിൽസിനും വേണ്ടിയുള്ള സാധനമാണിത്. എന്ത്
എന്താണ് പ്രോട്ടീൻ അല്ലേ? അത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പോലും കഴിഞ്ഞിട്ടില്ല, അപ്പൊ തന്നെ സമയം നോക്കുമ്പോഴല്ലേ ശരി അടിയിലായി ഇന്ത്യയിൽ മാത്രം. അപ്പോൾ സമയം ഇപ്പം തന്നെ 5:14 5:14. നമ്മൾ കഴിയുമല്ലേ? കഴിയും. വാട്ട് ആർ ദ ഡിസീസ് യൂസ്ഡ് കോഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻ കുറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാവുക അറിയോ? അതിലുണ്ടല്ലോ ഇതാ ഒരു കുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ? 12ാമത്തെ പേജിൽ ആ നടുവിലായിട്ടൊരു നീല കള്ളിയിൽ ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, കാണോ? കോശോർക്കർ എഫക്റ്റഡ് കിഡ്. ഓക്കെ, കോശോർക്കറൊക്കെ ബാധിച്ചാൽ നമ്മളിങ്ങനെ മെലിഞ്ഞൊട്ടി പൊള്ളൊക്കെ ഊർത്ത്, അതായത് മസിൽസില്ലല്ലോ ഇതാ മസിൽസ് വേണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഫുഡ്സ് വേണം. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്സാണ് ഈ പനീര്, മീറ്റ്, ഫിഷ്, എഗ്ഗ്, മിൽക്ക്, ഗ്രൗണ്ട് നട്ട്, കാഷ്യൂനട്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കോശോർക്കർ മാത്രമേ ഉള്ളൂ. അല്ല, മരാസ്മസ് എന്നുണ്ട്. മരാസ്മസും കോശോർക്കറും ഉണ്ട്. പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻറ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ദ ബോഡി ബിൽഡിംഗ്. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. ഇത് നമ്മൾ പറഞ്ഞു. Moreover, proteins provide energy. Deficiency of protein causes diseases like kwashiorkor and marasmus. ആ നീലകളിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് പനീറുണ്ട്. പിന്നെ അവിടെ എത്ര പച്ചക്കടലല്ലേ, എത്ര പോലെ പട്ടാണിക്കടല, അതിനെന്താ ഇംഗ്ലീഷ് പറയാൻ എനിക്കറിയില്ല, അവിടെ എഴുതി കൊടുക്കണം. പിന്നെ കാഷ്യൂനട്ട് ഉണ്ട്, അത് എഴുതി കൊടുക്കണം. ഗ്രൗണ്ട് നട്ട് ഉണ്ട്, അത് എഴുതി കൊടുക്കണം. മീറ്റ്, ഫിഷ്, എഗ്ഗ്, എഗ്ഗും മിൽക്കും ഒക്കെ എഴുതാനറിയും, ഓൾറെഡി അറിയും ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്തേക്കാണ് പോകും. അതായത് അപ്പോൾ ഇതാ 3 തുല്യമായിട്ടുള്ള ഫുഡാണല്ലേ. അതായത് അത്ര പ്ലേറ്റ്, ആ ഒരു പ്ലേറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഇതേമാതിരി തുല്യമായിട്ടുള്ള പ്ലേറ്റ്. അതായത് ഇതാ ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ, ഇത് പ്രോട്ടീൻ, ഇത് ഫാറ്റ്. ഇത് മൂന്നെണ്ണം നമ്മൾ തുല്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി വരുന്നത് ഫാറ്റ് ആയിരിക്കും. അതായത് ഫാറ്റ് എന്ന് ഉദ്ദേശിച്ച അത്ര നല്ല കൂടുതൽ കഴിക്കുമ്പോൾ ഫുള്ളല്ല, പക്ഷെ നമുക്ക് വേണം. അത് നമുക്ക് അത്യാവശ്യമാണ്, കുറച്ചൊക്കെ കഴിക്കണം. അത് നമ്മളെ ബോഡിക്ക് കുറച്ച് ആവശ്യമുണ്ട്. അതില്ലെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ട്. അതിൻ്റെ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഡിസീസസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് ഈ ഫാറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതായത് ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഓയിൽ അതായത് നമ്മൾ ചിപ്സ്, റോ ബനാന, ക്രഷ്ഡ് സേസൈം, ഡ്രൈഡ് കോക്കനട്ട്, ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട്, അങ്ങനത്തൊക്കെയാണ് ഫാറ്റിൽ ഉൾപ്പെടുന്നത്. പിന്നെ നമ്മൾ എണ്ണക്കടികളൊക്കെ നല്ല ഫാറ്റുള്ള ഐറ്റംസ് ആണ്. അത് അധികമൊന്നും കഴിക്കാൻ പാടില്ല. അല്ല, അത്യാവശ്യത്തിന് നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ളൊരു സാധനം കൂടിയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. അത് പറ്റ കുറയാനും പറ്റില്ല, പറ്റ കൂടിയാലും പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അപ്പുറത്തേക്ക് പോയല്ലേ? ഓക്കെ, അടുത്തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കൊളസ്ട്രോൾ ഉണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. അതായത് കൂടി നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും. ഈ അപ്പന്മാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു രോഗം, അത് കൊളസ്ട്രോൾ ബാധിക്കൊന്നുമില്ല, പകരുന്ന രോഗമല്ല കൊളസ്ട്രോൾ. അങ്ങനെയാണ്. ഹാവ് യു ഹിയർ ഡോക്ടേഴ്സ് അഡ്വൈസ് നോട്ട് ഈറ്റ് ടു മച്ച് ഫാറ്റി ഫുഡ്സ്? അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഡോക്ടേഴ്സില്ലേ, ഉപ്പമാരോടൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, അതായത് ഫാറ്റി ഫുഡ്സ് ഒന്നും കഴിക്കരുത് കേട്ടോ എന്ന് പറയും ഇല്ലേ? അത് കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടില്ലാത്ത കുട്ടികളുണ്ടാവും, കേട്ട കുട്ടികളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ 9:34 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് വിറ്റാമിൻസിലൊക്കെ കൊടുക്കും. അത് നമ്മളിപ്പോൾ പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞു, കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി വിറ്റാമിൻ എ, ബി, സി, ഡി, ഇ, എ, ഇ, കെ, ഈ 6 വിറ്റാമിനും നമുക്ക് അറിയും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലോണം അറിയില്ലേ?
അതായത് നമ്മൾ പ്രോട്ടീൻ വിഷയത്തിലായിട്ട് പോകുമ്പോൾ നമ്മൾ ഫാറ്റും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫാറ്റും പറഞ്ഞിട്ടുണ്ട്. ഫാറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊളസ്ട്രോളും കഴിഞ്ഞിട്ടാണ് നമ്മൾ വിറ്റാമിനിലായിട്ട് എത്തുന്നത്. വിറ്റാമിനിൽ എ ഉണ്ടല്ലോ, നമ്മളെ ഐ കണ്ണ് കണ്ണ്, പിന്നെ സ്കിന്ന്, പിന്നെ നമ്മളെ ഹെയറിനും നമ്മൾക്ക് ഹെൽത്ത് തരുന്നതാണ് നമ്മളെ വിറ്റാമിൻ എ എന്ന് പറയുന്നത്. വിറ്റാമിൻ ബിയോ നമ്മളെ ബ്രെയിനിന് പവർ നൽകുക. പിന്നെ നെർവ്സില്ലേ, നമ്മളെ ബ്രെയിനിലോട്ട് പോകുന്ന ബുദ്ധിയൊക്കെ കൊണ്ടുവരുന്ന ഒരു സാധനം, ആ നെർവ്സും. പിന്നെ ഹേർട്ട്, പിന്നെ സ്കിന്നിനുണ്ടല്ലേ എയും ബിയും അല്ലേ. വിറ്റാമിൻ സി ഹെൽത്ത് ഫോർ ടീത്ത്, ഗം. ഇവിടുത്തെ സാധനം ഉണ്ടല്ലോ, ഇത് ഇവിടെ അതിൻ്റെ മേലത്തെ ആ സാധനം മനസ്സിലായോ? അവിടുന്ന് ചോര വരുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടുന്ന് ഇങ്ങനെ ചോര വരും, അത് ഇതിൻ്റെ കുറവുകൊണ്ടാട്ടോ, വിറ്റാമിൻ സിൻ്റെ കുറവുകൊണ്ട്. വിറ്റാമിൻ സി മസ്റ്റാണ്, മനസ്സിലായോ? ആ ഗമ്മിന്ന് ചോര വരും, അത് കുറഞ്ഞ. പിന്നെ ബ്ലഡ് വെസൽസ് ഫോർ ഇമ്മ്യൂണിറ്റി. ഓക്കെ, ബ്ലഡ് വെസൽസും പിന്നെ ഫോർ ഇമ്മ്യൂണിറ്റിക്കും, നമ്മളെ പ്രതിരോധ ശേഷിക്കും. പിന്നെ ഇപ്പോൾ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ് കൊണ്ടുപോകണം, അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മളെ ബോൺ, പിന്നെ നമ്മളെ ടീത്ത്, പിന്നെ ഫോർ ഇമ്മ്യൂണിറ്റി നമ്മളെ പ്രതിരോധ ശേഷി. പിന്നെ വിറ്റാമിൻ ഇയിലോട്ട് എത്തുമ്പോൾ പ്രോപ്പർ ഫങ്ഷൻ ഓഫ് നെർവ്സ് ആണ് വരുന്നത്. അതായത് പ്രോപ്പറായിട്ട് നമ്മളെ നെർവ്സിനെ നെർവ്സിനെ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ടത് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വിറ്റാമിൻ കെ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വോൺസ് ഓക്സ്. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസി നോക്കാം. വിച്ച് വിറ്റാമിൻ ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിന്നിൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുന്ന രണ്ട് വിറ്റാമിൻസ് അല്ല, അതിലേതൊക്കെ വിറ്റാമിൻസ് ആണ് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്നാണ് ചോദിച്ചത്. എ ബി, മനസ്സിലായോ? വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയിലും നമ്മൾ സ്കിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. സ്കിൻ ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, സ്കിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഓക്സർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് അഡ്വൈറ്റേജ് ക്വാണ്ടിറ്റി ഓഫ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി നമ്മൾ കുറവാക്കിയാൽ എന്ത് ആവും എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇത് വിറ്റാമിൻ ഡി എന്തിനൊക്കെയുള്ള ബോൺസ്, ടീത്ത്, ഫോർ ഇമ്മ്യൂണിറ്റി. ബോൺസ്, ആ ബോൺസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഡി കുറഞ്ഞ നമ്മളെ ബോൺസ് സോഫ്റ്റായി പൊട്ടിപ്പോവും, സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ. ഈ രോഗത്തിന് പറയുന്നതാണ് എന്താണ്? റിക്കറ്റ്സ്. വിറ്റാമിൻ ഡി കാരണം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. അത് കുറക്കത്തിട്ട് മോനെ, റിക്കറ്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ എല്ലാം പൊടിയും, അത് സോഫ്റ്റായിട്ട് ബ്രിട്ടില്, മനസ്സിലായോ? ഓക്കെ, ഇതുകൊണ്ട് വിറ്റാമിൻ ഡി. സൺലൈറ്റ് ഗുഡ് ഫോർ ഗെറ്റിംഗ് വിറ്റാമിൻ ഡി. സൺലൈറ്റ് ഉണ്ടല്ലോ നമ്മളെ ഊർജം കിട്ടും എന്നൊക്കെ പറയണേ. സൺലൈറ്റ്, സൂര്യപ്രകാശം, അത് വേണം നല്ല കിട്ടിയ വിറ്റാമിൻ ഡി ഒക്കെ നല്ലൊരു സാധനമാണ്. നമ്മളെ സൺലൈറ്റ് എന്ന് പറയുന്നത് സൺലൈറ്റാണ് മച്ചാൻ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളെ എല്ലാ വിറ്റാമിൻസിൻ്റെയും നമുക്ക് ഇല്ല വിറ്റാമിൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളതിനെ കുറച്ച് ബില്ലാണ് ഞാൻ തരുന്നത്, മനസ്സിലായി? ഈ ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ഈ വിറ്റാമിൻ്റെ മൂല്യം കൂടും. അപ്പോൾ വിറ്റാമിൻ എ നമ്മൾ എന്തൊക്കെ കഴിക്കണം? പറയൂ എല്ലാം പറയൂ. ഫിഷ് മിൽക്ക്, സ്പിനാച്ച്, സ്പിനാച്ച്, പീ ലീഫ്, പിന്നെ മുരിങ്ങ അറിയോ? നമ്മൾ മുരിങ്ങ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കും, ആ മുരിങ്ങ താളിപ്പ്,
മുരിങ്ങയും പിന്നെ ടാരോ ലീവ്സും പിന്നെ ലിവറും ക്യാരറ്റും. പിന്നെ നമ്മൾ വിറ്റാമിൻ ബിയിലോട്ട് വരുമ്പോൾ മാട്ട റൈസ് എന്ന് പറഞ്ഞാൽ അറിയില്ല തോന്നുന്നു. സ്പിനാച്ച്, മിൽക്ക്, ടാരോ ലീവ്സ്, എഗ്ഗ്. അതായത് ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം തോന്നി. അതായത് വിറ്റാമിൻ എയിൽ വരാത്ത എഗ്ഗ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ മട്ട റൈസ് ഇതിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിറ്റാമിൻ എയിലും ഉണ്ടല്ലേ. വിറ്റാമിൻ സി, ഗൂസ്ബെറി, നെല്ലിക്ക. വിറ്റാമിൻ സി കിട്ടില്ല മസ്റ്റ് സാധനമാണ് നെല്ലിക്ക കേട്ടോ. നെല്ലിക്കയാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി പ്രൊവൈഡ് ചെയ്യുന്നത്, മനസ്സിലായോ? ഇവിടെ നെല്ലിക്ക പുളി മധുരിക്കും ചെയ്യും അല്ലേ. അതായത് നെല്ലിക്ക അടിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ നല്ല ഒരു ചെറിയൊരു നാച്ചുറൽ മധുരം അതിന് കിട്ടും. പിന്നെ ഫ്രൂട്ട്സ് ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കുറേ ഉണ്ട്, എല്ലാം പാടാൻ കിട്ടൂല. ലെമൺ, നാരങ്ങ അത്ര രസം എന്നുള്ള സാധനമൊന്നുമല്ല, അത് ഉമ്മേറ്റ് കടിക്കാൻ പറ്റില്ല. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കില്ലേ, ലെമൺ, ലൈമ് ഒക്കെ കുടിക്കും. പപ്പായ, മുരിങ്ങ, അതെ പപ്പായ അല്ലേ, പപ്പായത്തെ പോലെ കറൂത്തി, പിന്നെ മുരിങ്ങ നമ്മൾ ഏലും പറഞ്ഞിട്ടുണ്ട്, വിറ്റാമിൻ എയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയിൽ നമ്മൾ ഫിഷ്, എഗ്ഗ്, മിൽക്ക്, മഷ്റൂം, ലിവർ. ഓക്കെ, മഷ്റൂം മാത്രമേ ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ അല്ലേ. മഷ്റൂം ഇതിൽ മാത്രമേ വന്നിട്ടുള്ളൂ തോന്നുന്നു. ആണ്, മഷ്റൂം ഇതിൽ മാത്രമേ വന്നിട്ടുള്ളൂ. വിറ്റാമിൻ ഇയിൽ പീനട്ട് അറിയോ? അറിയാത്തുണ്ടോ? നിലക്കടലയാണോ എന്തോ കടല, എന്തോ ഒരു കടല ഉണ്ട് അങ്ങനെ. പീനട്ട് അറിയണം. ഗ്രൗണ്ട്നട്ട് അല്ലേ നിലക്കടല? ആണ്. ആൽമണ്ട്, പിന്നെ ബ്രോക്കോളി അറിയോ? ബ്രോക്കോളി ഒരു ഇലവർഗ്ഗമാണ് തോന്നുന്നു. അവക്കാഡോ അറിയോ? ജ്യൂസൊക്കെ അടിക്കാണ്ട് അവക്കാഡോ ജ്യൂസ്. അത്ര ചോയ നല്ലതൊന്നുമല്ല, മധുരം അധികം ഇടാൻ പാടില്ല, നല്ല ഹെൽത്തുള്ള സാധനമല്ലേ അവക്കാഡോ എന്ന് പറയുന്നത്. വിറ്റാമിൻ കെ കാബേജ്, കോളിഫ്ലവർ, കിവി, ഫ്രൂട്ട്സ്, സ്പിനാച്ച്, ബ്ലൂബെറി തിന്നിട്ടുണ്ടോ? തിന്നണോ? ഞാനൊക്കെ തിന്നിട്ടുണ്ട്. ഓക്കെ, ഏതായാലും തിന്നവരും കമൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് മിനറൽസ് എന്താണെന്നറിയോ? അല്ല, മിനറൽസ് വരുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. മിനറൽസ് വരുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടോ. ഓക്കെ, മിനറൽസിൽ വരുന്ന 3 സാധനങ്ങളുണ്ട്, അറിയോ? ഓക്കെ, സ്കൂളിൽ നിന്ന് ഒരു ഗുളികയല്ലേ, അയണിന്റെ ഗുളിക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്നത് അതാണ് ഒരു പോയിന്റ്. അയൺ, കാൽസ്യം, അയഡിൻ, ഈ 3 സാധനമാണ് വരുന്നത്. കാർബോഹൈഡ്രേറ്റിൽ 5 ഉണ്ടായിരുന്നു അല്ലേ? 5 തന്നെ. പിന്നെ ഇതിൽ 3 ഉണ്ട് കേട്ടോ. അപ്പൊ 3 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടിയ സാധനങ്ങളാണ് അയൺ, കാൽസ്യം, അയഡിൻ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, വൈ ആർ അയൺ ടാബ്ലറ്റ്സ് ഗിവൺ ടു ചിൽഡ്രൻ? എന്തിനാണ് അയൺ ടാബ്ലറ്റ് നിങ്ങൾക്ക് തരുന്നത്? അയൺ ഈസ് എ മിനറൽസ് സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ബോഡി. ബോഡിൻ്റെ ഹെൽത്തിനും പ്രോപ്പർ ഗ്രോത്തിനുമായിട്ട് നമ്മൾ മിനറൽസ് ആവശ്യമുണ്ട്. ആ മിനറൽസ് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അയണിൻ്റെ ഗുളിക നമുക്ക് തരുന്നത്. പക്ഷെ നമ്മളാണെങ്കിലോ അത് കുടിക്കില്ല അല്ലേ, അത് നല്ലതല്ല എന്നൊക്കെ പറയും ചിലവർ. അത് ചിലപ്പോൾ വിഷമാണെങ്കിലോ അങ്ങനെ കരുതിയിട്ട് ചിലവർ കളയും. അങ്ങനെ എന്തെങ്കിലും കളയാതിരിക്കരുത്, അത് നമ്മൾ കുടിക്കാൻ വേണ്ടത്. അത് നമുക്കുള്ള ഗ്രോത്തിന്, പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രോത്തിന് ആവശ്യമാണ്. ഈ മിനറൽസ് ഇല്ലെങ്കിൽ നമുക്ക് ഗോയിറ്റർ, ഓസ്റ്റോപോറോസിസ് അങ്ങനത്തെ ഇതൊക്കെ വരും. അല്ല, നമ്മൾ വിറ്റാമിൻസിൻ്റെ ഇത് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മറന്നിട്ടോ, പറഞ്ഞുതരണ്ടേ?
വിറ്റാമിൻ എൻ്റെത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഡെഫിഷ്യൻസി കേട്ടോ. വിറ്റാമിൻ ഡെഫിഷ്യൻസി അത് ഡിസീസസ്. ഓക്കെ, വിറ്റാമിൻ എ കുറഞ്ഞ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുട്ടത്ത് കണ്ണാണില്ല. പകല് നല്ല വെളിച്ചുണ്ടെങ്കിൽ നമുക്ക് നല്ല കണ്ണാണും, രാത്രി നമുക്ക് നല്ല വെളിച്ചുണ്ടെങ്കിൽ കണ്ണാണും. വെളിച്ചില്ലെങ്കിൽ തീരെ കണ്ണാണില്ല, വെളിച്ചുണ്ടെങ്കിൽ സാധാ പോലെ കണ്ണാണും. ബി എന്ന് പറയുന്നത് വിറ്റാമിൻ ബിക്ക് ഗോസിലിറ്റീസും മൗത്ത് അൾസറും ഉണ്ട്. പിന്നെ സി സ്കർവി, ഡി റിക്കറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി വരാൻ പോണതാണ്. ഓക്കെ അണ്ടിപ്പരിപ്പല്ല, അണ്ടിപ്പരിപ്പിന് നമ്മൾ കാഷ്യൂ നട്ട് എന്നാണ് പറയാ. ഓക്കെ സാറേ, അയണും കാഷ്യനും ഐഡിനും കുറഞ്ഞ ഏത് ഫുഡാണ് ഉണ്ടാക്കുക? കാഷ്യനോ? കാൽസ്യം. കാൽസ്യം ഇതൊക്കെ കുറഞ്ഞ നമുക്ക് ഉണ്ടാവുന്നത്. അതായത് അയണ് കുറഞ്ഞ നമുക്ക് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഉണ്ടാവുക. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. കാൽസ്യം കുറഞ്ഞാൽ നമുക്ക് ആസ്ട്രോപൊറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വരും. അയഡിൻ എന്ന് പറഞ്ഞാൽ ഗോയിറ്റർ അസുഖം വരും. ഇതൊക്കെ കുറഞ്ഞാലാട്ടോ. അനീമിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. അത് നമ്മളെ നേഴ്സൊക്കില്ലേ, അങ്ങനെന്തോ ഒരു സാധനം നമുക്ക് പ്രവർത്തിക്കാനുള്ള കഴിവില്ലേ, അത് നമ്മൾ കാലം അങ്ങോട്ട് വെക്ക്, അങ്ങനെ ബുദ്ധി നമുക്ക് തരില്ലേ. അതായത് നമ്മൾ അങ്ങോട്ട് ചവിട്ടി വെക്കും. ഇനി നമ്മൾ ബ്രെയിനിലൊരു ഇത് നമ്മളെ ഇതിന് കൊടുക്കും. എന്ത് നമ്മളെല്ലാ കാലിനും അത് അങ്ങോട്ട് കാല് വെക്കണ്ടെന്ന് നമ്മളെ കാലിനോട് പറയുന്ന മാതിരിയല്ലേ ബ്രെയിന്. ആ ബ്രെയിനിക്ക് നേഴ്സാണ് എത്തിക്കുക. നേഴ്സ്ക്ക് ഹീമോഗ്ലോബിൻ എത്തിക്കും. ആ ഹീമോഗ്ലോബിനില്ലേ ബ്ലഡ് കൂടെ വരിക. ആ ഹീമോഗ്ലോബിൻ തകരാറായ എന്ത് ചെയ്യും? ആ ഹീമോഗ്ലോബിൻ നമ്മൾ നിർത്തലാക്കും. അതായത് നമുക്ക് അയൺ കുറയത് മനസ്സിലായോ? അയൺ കുറഞ്ഞ അനീമിയ ഒക്കെ ഉണ്ടായാലേ ഹീമോഗ്ലോബിൻ കുറയും. പിന്നെ ഉണ്ടല്ലോ ഒന്നും കിട്ടൂല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എത്താ ഞാൻ ഇപ്പം എവിടെ അങ്ങനെ പറഞ്ഞ് തീർക്കേണ്ടി വരും. ഒരു ബുദ്ധി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഹീമോഗ്ലോബിൻ നമുക്ക് നല്ലൊരു സാധനമാണ് കേട്ടോ. ഓക്കെ, ബ്ലഡിലൂടെ വരുന്നതാണ്. ഓക്കെ, ഓസ്ട്രോപൊറോസിസ് ബോൺസ് ബിക്കെയിം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ. ദിസ് മനസ്സിലായോ? എന്തേലും റിക്കറ്റ്സ് പോലെ തന്നെ അല്ലേ? അതായത് റിക്കറ്റ്സ് എന്നൊക്കെ പറയണ്ടല്ലോ, നമ്മളെ കാല് ഇങ്ങനെ ആണെങ്കിലോ, അതായത് ഇങ്ങനെയാണ് നോക്കിയോ, ഇങ്ങനെയാണ് നമ്മളെ കാല്, ഇങ്ങനെ വള്ളയോ വള്ളം ഇങ്ങനെ നേരെ. ഇതാണ് ഇപ്പം നമ്മളെ കാല് ഇങ്ങനെ കരുതും. മനസ്സിലായോ? അതേപോലെ കയറാം നമ്മളെ ഇതൊന്ന. പിന്നെ ഗോയിറ്റർ തൈറോയിഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ throat becomes enlarged due to the lack dt. എന്തോ എഴുതിയിട്ടുണ്ട് ഞാൻ ഐഡിൻ. ഓക്കെ, ഐഡിൻ പറഞ്ഞാണ്ടാവുന്നതാണ്. ഓക്കെ അയണ് ഉണ്ടാവണമെങ്കിൽ ലീഫി വെജിറ്റബിൾസും ജാഗരിയും ഫിഷും ലിവറുമാണ്. കാൽസ്യോ എഗ്, മിൽക്ക്, ലീഫി വെജ്, ഫിഷ്. ലീഫി വെജ് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? പച്ചക്കറികൾ എന്തുകൊണ്ട്. പിന്നെ അയണ് ഈ ഫുഡ്സൊക്കെ കഴിച്ചാൽ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ കൂട്ടും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അനീമിയ അസുഖമൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ കാൽസ്യം നിന്ന് നമുക്ക് ഫോർമേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്, ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് ഐഡിൻ തൈറോയിഡ് ഗ്ലാൻഡ് ഫങ്ഷനിങ് എന്തുവാണ്. ഓക്കെ, നമുക്ക് വിറ്റാമിൻ എന്റെ അസുഖം എന്താ? അത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഇനി അടുത്തത് പറയുമ്പോൾ പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് നമുക്ക് കുറേ കഴിച്ചാലേ കുറച്ച് വിറ്റാമിൻസ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളല്ലേ മാംഗോ ജ്യൂസൊക്കെ അങ്ങനത്തെ ജ്യൂസൊക്കെ അടിക്കുമ്പോഴേ നമ്മൾ അരിപ്പേറ്റ് ഇങ്ങനെ അരിക്കുമ്പോൾ അതിൽ കുറേ ഉണ്ടാവില്ലേ, മറ്റേ കുറച്ച് ബാക്കി ഉണ്ടാവില്ലേ,
പിന്നെ നമ്മളെ ഇന്നിത്തണ്ടിലുണ്ടാവില്ല ഒരു നൂല് മാനിക്കാത്ത, ഇതിനൊക്കെയാണ് നമ്മൾ ഫൈബേഴ്സ് എന്ന് പറയാം. ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ്. ആ ഫൈബേഴ്സ് നമ്മളെ ഡൈജഷൻ പിന്നെ എജഷൻ സാറേ ഈ 5 എണ്ണത്തിൽ നമുക്ക് ബോഡിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാ? വിറ്റാമിൻ ആണ് അല്ലേ? വിറ്റാമിൻ തന്നെ. ഓക്കെ, നമുക്ക് അടുത്ത പാഠത്തേക്ക് പോകാം. ഓക്കെ പോവാം. അപ്പൊ നമ്മള് അടുത്ത പാടത്തേക്ക് പോവാണ്. അടുത്ത വീഡിയോയിലാക്കാം. ബൈ.